ഞാൻ ഈ കർണാടക, തമിഴ്നാട്, ആന്ധ്ര ഒക്കെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇതേപോലത്തെ മലകളൊക്കെ കാണും. അതിൻ്റെ ഏറ്റവും മണ്ടയിൽ ഇവന്മാർ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ അധികം അതൊരു അമ്പലമാവാനാണ് സാധ്യത കേട്ടോ. അധികം ഇതേപോലത്തെ മലയുടെ മേളിലായിരിക്കും ഇവന്മാർ ഒരു അമ്പലം നിർമ്മിച്ചിട്ടുണ്ടാവുക. ഇപ്പം എന്തായാലും നമ്മൾ അവരുടെ വീക്ക്നെസ്സിൽ തൊട്ട് കളിക്കാൻ നിൽക്കുന്നില്ല. നമ്മൾ വണ്ടി എടുത്ത് നേരെ പോകുമ്പോഴാണ് നമ്മൾ അടുത്തൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടുത്തെ നാട്ടിൽ ഈ ഭാഗത്തുള്ള ഓട്ടോറിക്ഷകളുടെ ഒക്കെ ബാക്ക് സൈഡ് ഇതേപോലെ ഒരു കർവായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വേറെ ഒരു രീതിയിലാണ് ഓട്ടോറിക്ഷയൊക്കെ പണി കഴിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ ഏരിയയിലെത്തിയപ്പോൾ ഇത് മൈസൂരാണ് കേട്ടോ. ഈ മൈസൂർ ഭാഗത്ത് വന്ന സമയത്ത് എല്ലാ ഓട്ടോയുടെ ബാക്കിൽ ഇതേപോലെ കർവാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ചിലപ്പോൾ അവിടുത്തെ ഒരു ഡിസൈനായിരിക്കും, ഡിസൈനിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലാതെ ഇതിങ്ങനെ ചെയ്യുകൊണ്ട് വേറെ ഉപകാരമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളൊരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ കൂടുമ്പോൾ വീണ്ടും വണ്ടി സൈഡാക്കുന്ന അങ്ങനെയല്ല കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 50 കിലോമീറ്റർ ഒക്കെ ഓടി, ചിലപ്പോൾ ഒരു 60 കിലോമീറ്റർ, ചിലപ്പോൾ ഒരു 100 കിലോമീറ്റർ ഒക്കെ ഓടിയതിന് ശേഷമാണ് വീണ്ടും ഒന്ന് വണ്ടി സൈഡാക്കുന്നതായിട്ട്. അങ്ങനെ നിന്നപ്പോഴാണ് നോക്കിയത് ഈ മരത്തിൻ്റെ മുകളിൽ ഒത്തിരി പുളിങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ. ആരാണോ ഈ മരത്തിനൊക്കെ വെള്ളം നനക്കുന്നത്? മഴ പെയ്യുമ്പോൾ മാത്രമേ ഈ മരത്തിനൊക്കെ വെള്ളം കിട്ടുന്നുണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടിയെടുത്ത് നമ്മളിനി കാട്ടിലോട്ടാണ് കയറുന്നത്. നമ്മൾ ഈ കാട്ടിൻ്റെ അടുത്ത് എത്താറായിരിക്കുന്നു. ഇനി അധികം ദൂരമില്ല. സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, അങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ നാട് പോലെയല്ല, ഒരുപാട് ദൂരം നമുക്കിങ്ങനെ ഇരുന്ന് നോക്കിയാൽ ആ തല വരെ ഇരുന്ന് കാണാൻ പറ്റും. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനിയൊരു 3-3.5 മണിക്കൂറും കൂടി നമ്മൾ നിർത്താതെ ഓടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കാട്ടിനുള്ളിലേക്ക് കയറാൻ പറ്റും കേട്ടോ. ഒരു 9 മണിക്ക് മുമ്പ് നമ്മളവിടെ എത്തണം. എന്നാലേ നമ്മൾ അങ്ങോട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മളവർ കയറ്റുള്ളൂ. അങ്ങനെ 9 മണി ആവണതിൻ്റെ മുമ്പ് നമ്മൾ നിർത്താതെ കണ്ടിട്ട് ഓടിയത് കാരണം നമുക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റി കേട്ടോ. പക്ഷേ ഇനിയുള്ള അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ വണ്ടി നമ്മൾ കെയർഫുള്ളായിട്ട് ഓടിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വണ്ടിയുടെ ഒരു ടയർ പഞ്ചറായാൽ പോലും നമുക്ക് നല്ല പണിയാണ്. കാരണം ഈ കാട്ടിൻ്റെ ഉള്ളിൽ വന്ന് പെട്ടതുപോലെ ഉണ്ടാവും. കാരണം അടുത്തൊന്നും തോന്നുന്ന ഒരു 70-80 കിലോമീറ്ററോളം ഈ കാട് അങ്ങനെ പരന്ന് കിടക്കണം. അത് മാത്രമല്ല, രാത്രിയാവുമ്പോൾ മൃഗങ്ങൾ കൂടുതൽ കാണും ഈ റോഡിൻ്റെ സൈഡിലൊക്കെ. രാത്രിയിലാണ് തോന്നുന്നത് ഇവർ കൂടുതലായിട്ട് ആക്റ്റീവ് ആവുന്നത്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്, ഞാനടക്കം നടക്കൊക്കെ ഓരോ മൃഗങ്ങളെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആയപ്പോഴാണ് ആകെ ബ്ലോക്കായി കിടക്കുന്നത്. ഞാൻ കരുതി വേറെ ഒരു വണ്ടി വരുമ്പോൾ മാറി കൊടുക്കാൻ സ്ഥലമില്ലായിട്ടാണെന്ന് കരുതിയിട്ട് നമ്മളൊരു 5-10-15 മിനിറ്റോളം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടാണ്. പക്ഷേ അവിടുന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് വണ്ടിക്ക് സ്ഥലം കൊടുക്കാൻ സ്ഥലമില്ലായിട്ടല്ല. നമ്മളെ ഫ്രണ്ടിൽ പോയിരുന്ന ഒരു ലോറി സ്ഥലം കൊടുത്തപ്പോൾ മറിഞ്ഞ് ആ കൊക്കയിലോട്ട് വീണതാ തോന്നുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു തല മാത്രം പുറത്ത് കാണാനുള്ളൂ. എന്തായാലും അവർ ഡ്രൈവറൊക്കെ സേഫാണ്. വണ്ടി എങ്ങനെയാലും കയറ്റാൻ വേണ്ടി ക്രെയിനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ലോറി മറിഞ്ഞ് കൊടുത്തുനിന്ന് കഷ്ടിച്ച് നമ്മൾ 1 കിലോമീറ്റർ കയറിയപ്പോൾ തന്നെ നമുക്കൊരു ആനയെ കാണാൻ പറ്റിയിട്ട് അത് നമ്മളെ ക്യാമറയിൽ നൈസായിട്ടൊന്ന് കിട്ടും ചെയ്തിട്ട്, നൈസായിട്ടേ കിട്ടിയിട്ടുള്ളൂ.